ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പലർക്കും ചോക്ലേറ്റ് വളരെയധികം ഇഷ്ടമുള്ള സാധനമാണ്. എന്നാൽ അടുപ്പിച്ച് 10 എണ്ണം കഴിച്ചു കഴിയുമ്പോൾ എത്ര മധുരമുള്ളതാണെങ്കിലും അതിനോട് മടുപ്പ് തോന്നും. 11ാമത് എടുത്താൽ ആദ്യത്തേതിൽ നിന്ന് കിട്ടിയതുപോലെയുള്ള സംതൃപ്തി ലഭിക്കുകയില്ല. അതുപോലെ ചോക്ലേറ്റ് തീരെ ഇഷ്ടമില്ലാത്ത ചിലരുമുണ്ട്. അവർക്കതിൻ്റെ മണം ശ്വസിക്കുന്ന മാത്രയിൽ ഓക്കാനിക്കാൻ വരും. വാസ്തവത്തിൽ ചോക്ലേറ്റ് എല്ലാം ഒരുപോലെയാണ്. അവയായിരുന്നു സംതൃപ്തി തരുന്നതെങ്കിൽ എത്ര കഴിച്ചാലും വീണ്ടും വീണ്ടും സംതൃപ്തി ഉണ്ടാകേണ്ടതല്ലേ? അതുപോലെ കഴിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ സംതൃപ്തി ലഭിക്കേണ്ടതല്ലേ? അപ്പോൾ സംതൃപ്തി ചോക്ലേറ്റിനെ അല്ല, അവനവൻ്റെ മനസ്സിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതായത് അത് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം ആ വസ്തുവിലല്ല ഇരിക്കുന്നത്, പിന്നെയോ നമ്മുടെ അഥവാ കഴിക്കുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിലാണ്. അതുപോലെ ആനന്ദം, സന്തോഷം ഇവയൊന്നും ബാഹ്യ വസ്തുക്കളിലല്ല കുടികൊള്ളുന്നത്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നായകൾ ഉണങ്ങിയ എല്ലിൻ കഷ്ണം കണ്ടാലും കടിക്കും. അതിനെ കടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കും. കുറേ കഴിയുമ്പോൾ വായിൽ നിന്നും ചോര വരും. അത് നക്കുമ്പോൾ താൻ കടിച്ച എല്ലിൽ നിന്നും ആണ് ആ രക്തം ലഭിച്ചത് എന്ന് കരുതി നായ സന്തോഷിക്കും. പക്ഷെ കുറേ കഴിയുമ്പോൾ വായ വേദനിക്കാൻ തുടങ്ങും. അപ്പോഴാണ് അറിയുന്നത് താൻ നുണഞ്ഞത് തൻ്റെ തന്നെ മോണ മുറിഞ്ഞു വരുന്ന രക്തമാണ് എന്ന്. ബാഹ്യവസ്തുക്കളിൽ ആനന്ദം തേടുന്നതും ഇതിൽ നിന്നും ഭിന്നമല്ല. നമ്മൾ കരുതും ആനന്ദം ഭൗതിക വസ്തുക്കളിൽ നിന്നുമാണ് ലഭിക്കുന്നതെന്ന്. ജീവിതം മുഴുവനും അവയുടെ പിന്നാലെ പോയി ചിലവഴിക്കും. അവസാനം ഇന്ദ്രിയങ്ങൾ നശിച്ച് തളർന്നു വീഴും. ആനന്ദം ഉള്ളിലാണ്, പുറത്തല്ല. ആ ഉള്ളിലുള്ളതിനെ ആശ്രയിച്ചാലേ സദാ ആനന്ദവും സംതൃപ്തിയും അനുഭവിക്കുവാൻ സാധിക്കൂ. പുറത്തെ വസ്തുക്കൾക്കും അവയെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയങ്ങൾക്കും പരിമിതിയുണ്ട്. ഭൗതിക സുഖങ്ങൾ വേണ്ട എന്നല്ല പറയുന്നത്. ജീവിതം മുഴുവനും അവയുടെ പിന്നാലെ പായരുത്. ഓരോന്നിൻ്റെയും ഗുണവും ദോഷവും മനസ്സിലാക്കി അതിനനുസരിച്ച സ്ഥാനമേ അവയ്ക്ക് നൽകാവൂ. ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട എന്ന രാമായണ വാക്യം സ്മരിക്കുക.